കനത്ത മഴ പെയ്യുമ്പോൾ ഗ്രാമീണ മേഖലയിലെ റോഡുകളിൽ പോലും വെള്ളപ്പൊക്കം പതിവായി. ഓടകളും കലുങ്കുകളും ഇല്ലാത്ത റോഡ് നിർമ്മാണമാണ് റോഡുകൾ തോടാകാൻ കാരണമാകുന്നത്. നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് വെള്ളമൊഴുകി പോകാൻ വഴിതെളിക്കുകയാണിപ്പോൾ. മുൻപൊന്നുമില്ലാത്ത വിധം ഒറ്റമഴയിൽ റോഡുകൾ തോടാകുന്ന കാഴ്ചയാണ് ഇവിടെയുമുള്ളത്. കലുങ്കും ഓടകളും ഇല്ലാതെ റോഡ് നിർമ്മിക്കുന്നതാണ് റോഡുകളിലൂടെ വെള്ളപ്പാച്ചിലുണ്ടാവാൻ പ്രധാന കാരണമായിരിക്കുന്നത്. കാലവർഷം കനക്കുമ്പോൾ ഒഴുകിയെത്തുന്ന വെള്ളം കയറിക്കിടക്കേണ്ട പാടശേഖരങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും മണ്ണിട്ടുയർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ പ്രകൃതി സ്വാഭാവികമായി നീർച്ചാലുകൾ സൃഷ്ടിച്ച് മനുഷ്യരുണ്ടാക്കിയ തടസ്സങ്ങൾ തട്ടിനീക്കി ഒഴുകിപ്പോവുകയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും നിലം നികത്തലും കുന്നിടിക്കലുമാണ് റോഡുകൾ തോടായി മാറാനിടയാക്കുന്നത്. പാലാ വൈക്കം റോഡിലും മരങ്ങാട്ടുപള്ളി ഉഴവൂർ റോഡിലും പലയിടങ്ങളിലും റോഡ് മുറിച്ച് വെള്ളപ്പാച്ചിലുണ്ടാവുമ്പോൾ ഗതാഗത തടസ്സവും പതിവാകുകയാണ്. റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും വലയ്ക്കുകയാണ്. വെള്ളക്കെട്ട് മാറ്റാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാവാതെ വരുമ്പോൾ നാട്ടുകാർ സ്വയം രംഗത്തിറങ്ങേണ്ട അവസ്ഥയാണുള്ളത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകൾ തെളിച്ച് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ നടത്തുന്നത്. ഒറ്റ മഴ പെയ്യുമ്പോഴത്തേനും ഈ ഉഴവൂർ കുറിച്ചിത്താനം റോഡ് വെള്ളക്കെട്ടാൽ നിറയുകയാണ്. രണ്ട് സ്ഥലത്ത് വാഹന ഗതാഗതം പൂർണ്ണമായിട്ടും മണിക്കൂറുകളോളം നിലച്ചു പോകുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ഒരു സേവനപാലം എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് വെള്ളം ഒഴുകി പോകാനുള്ള ഓടകളില്ലാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒരു 2 അടി 3 അടി വീതിയിൽ ഓട ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാകും. ഒറ്റപ്പെട്ട അതിതീവ്ര മഴയിൽ കുറഞ്ഞ സമയത്ത് കൂടുതൽ അളവിൽ വെള്ളമെത്തുമ്പോൾ ഏതു നിമിഷവും റോഡിൽ വെള്ളക്കെട്ടുണ്ടായി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇവിടങ്ങളിൽ കാൽനടക്കാരുടെ കാര്യവും പരിതാപകരമാണ്. പല പ്രദേശങ്ങളും കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ സംജാതമാകുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.